വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണോ? യെസ് ഓർ നോ എന്നുള്ളൊരു ചോദ്യത്തിലപ്പുറം നമ്മൾ ചോദിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ആണോ അതൊരു റിയൽ സ്ട്രക്ചറൽ സൊല്യൂഷൻ ആണോ നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. ഒരു പതിറ്റാണ്ടിനിടയിൽ 150-ലധികം പ്രധാന ചോദ്യ പേപ്പർ ചോർച്ചകളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 2017-നും 2024-നും ഇടയിലാണ് ഇത് ഇത്രമേൽ രൂക്ഷമായത്, അഫക്റ്റിംഗ് ഓൾമോസ്റ്റ് 10 crore of students. Now, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അഥവാ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? പ്രിന്റിംഗ് സെന്റേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഒരു വലിയ ശൃംഖലയാണ് പേപ്പർ പരീക്ഷകൾ ആശ്രയിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഉണ്ടായേക്കാവുന്ന വീഴ്ച അത് മാത്രം മതി ഒരു പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുവാനായിട്ട്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യണം. പക്ഷെ റിസൈൻ ചെയ്തു കഴിഞ്ഞാലോ സിംബോളിക്കലി ഭരണ സംവിധാനത്തിന്റെ ഒരു വീഴ്ച അംഗീകരിക്കുന്ന ഒന്നായത് മാറും. പക്ഷെ പ്രായോഗികമായി നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള വീഴ്ചയോ അഴിമതിയോ സ്വയം പരിഹരിക്കപ്പെടുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഗ്ലോബൽ സ്കെയിലിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ചോർച്ചയില്ലാത്ത ഒരു രാജ്യവുമില്ല. എങ്കിൽ പോലും ഏറ്റവും വിജയകരമായ രീതിയിൽ പരീക്ഷകൾ നടത്തുന്ന രാജ്യങ്ങൾ, അത് നടത്തുന്ന രീതികൾ വ്യത്യസ്തമാണ്. സൗത്ത് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ പ്രൈവറ്റ് ഏജൻസികളെ വിശ്വസിക്കുന്നതിന് പകരം ഗവൺമെന്റ് ബോർഡ്സ് തന്നെയാണ് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഹൈ ലെവൽ മിലിറ്ററി സെക്യൂരിറ്റി. ആൻഡ് ഈ സൗത്ത് കൊറിയയിലൊക്കെ സുനിയങ് പോലുള്ള ഹൈപ്പർ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഴ്സിനെ അവർ പ്രത്യേകമായി ഒരു ഐസൊലേറ്റഡ് പ്ലേസസിലാണ് താമസിപ്പിക്കുന്നത്. ദസ് എൻഷുറിംഗ് ദീസ് പേപ്പർ ലീക്സ് ആർ എക്സ്ട്രാordinary. അത് വളരെ വളരെ വിരളമാണ് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പാക്കുകയാണ്. മറ്റൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് UK, USA, കാനഡ മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു ഒറ്റ ദിവസം കൊണ്ടുള്ള എക്സാംസ് അതിലല്ല അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. റാത്തർ പല ദിവസങ്ങളിലായിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സാമിനേഷൻ, അതിൻ്റെ അകത്ത് പല ദിവസങ്ങളിലായിട്ടുള്ള കമ്പ്യൂട്ടർ എക്സാംസ് വരാറുണ്ട്, ആൻഡ് അഭിമുഖങ്ങൾ വരാറുണ്ട്, അക്കാദമിക് മാർക്സ് വരാറുണ്ട്. സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സിസ്റ്റം. ഇതിൽ നിന്നെല്ലാം തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുൻ ISRO ചെയർമാനായ ഡോക്ടർ K. രാധാകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിവരുന്ന മാറ്റങ്ങൾക്ക് നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു ടെക്നിക്കൽ ഓവർഹോൾ ആണ്. അതായത് ഈ പേപ്പർ ബേസ്ഡ് എക്സാമിനേഷനുകളെ അപ്പാടെ മാറ്റിക്കൊണ്ട് ഒരു ഡിജിറ്റൽ എൻക്രിപ്റ്റഡ് എക്സാമിനേഷൻ രീതികളിലേക്ക് വരിക. എക്സാമിനേഷന് തൊട്ട് മുമ്പ് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവ. അടുത്തതായി NTA പോലുള്ള ഏജൻസികളിൽ താൽക്കാലിക ജീവനക്കാർക്ക് പകരം റെസ്പോൺസിബിൾ ആയ അക്കൗണ്ടബിൾ ആയിട്ടുള്ള പെർമനന്റ് സ്റ്റാഫ്സിനെ എടുക്കുക, ബയോമെട്രിക് പരിശോധന തുടങ്ങുക, അത്തരത്തിലുള്ള ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ്. ആൻഡ് ഫൈനലി എല്ലാ സിറ്റിസനെയും അക്കൗണ്ടബിൾ ആക്കുക. നൗ യു സേ